السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قالوا يا ويلنا إنا كنا ظالمين. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പരിപൂർണമായി ജീവിതത്തിൽ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു അത്തരത്തിൽ ജീവിക്കാനും ഈമാനോടുകൂടി തന്നെ മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിൻ്റെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയാ, അതിൻ്റെ 13 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് 14, 15 ഈ ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഈ 2 ആയത്തുകൾ. എന്താ നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു ചില സമുദായങ്ങൾക്കുമേൽ അല്ലാഹു ഇറക്കിയ ശിക്ഷകൾ, ആ ശിക്ഷകൾ വരുന്ന സമയം ഈ നിഷേധികളുടെ സമീപനം, ആ അവസരത്തിൽ അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നതാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ശിക്ഷ ഇറങ്ങുന്നത് വരെ അവർ പരിഹസിക്കുന്നു, നിഷേധം അതിശക്തമായി തന്നെ തുടരുന്നു. പക്ഷേ നേർക്കുനേരെ കണ്ണുകൊണ്ട് അല്ലാഹുവിൻ്റെ അദാബ് ഇറങ്ങിയത് അവർ കണ്ടിരിക്കുന്ന സമയം അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ആ സമയത്ത് അവരുടെ പ്രതികരണമാണ് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതെന്തിനാണ് കഴിഞ്ഞു പോയത് നമ്മെ പഠിപ്പിക്കുന്നത്?
ഇത് ഇനിയും ആവർത്തിക്കപ്പെടും. അതേ റബ്ബ് അതേ പവറോടുകൂടി അവനുണ്ട്. നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ തന്നെ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരമെന്ന് പറയുന്നത്. ഇതിലുള്ളതിന് വിരുദ്ധമായി നാം ജീവിക്കുമ്പോൾ ഈ സമുദായങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതുപോലെയുള്ള അദാബുകൾ നമ്മിലേക്കും വരും. അന്നേരം നിങ്ങളും ഇങ്ങനൊക്കെ തന്നെ പറയും, പക്ഷെ ഒരു കാര്യവും ഉണ്ടാവില്ല. ആ സമയത്തുള്ള വിലാപങ്ങൾക്ക് ഒരു അർത്ഥവുമില്ല എന്നത് നമ്മെ നേരത്തെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. അതാണ് ഈ ആയത്തുകളിൽ നമ്മൾ കാണുന്നത്. ഇനി തുടർന്ന് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നോക്കുക, ആ 14-15 ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്യാം. എന്താണ് അല്ലാഹു പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا ويلنا إنا كنا ظالمين. قالوا يا ويلنا إنا كنا ظالمين. فما زالت تلك فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. قالوا يا ويلنا إنا كنا ظالمين. قالوا അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ അദാബ് ലഭിച്ചവർ അവർ പറഞ്ഞു, യാ വൈലന, വൈല് നാശം, വൈല് നാശം. ഖുർആനിൽ 25 സൂറത്തുകളിലായി
36 തവണ വൈലുൻ എന്ന് വന്നിട്ടുണ്ട്. 25 സൂറകളിലായി 36 തവണ. അതിൽ 10 തവണ സൂറത്തുൽ മുർസലാത്തിലാണ്. അതിൽ പറയുന്നില്ല വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ അല്ലേ? പിന്നെ ഇതേ ആയത്ത് 83-ാം അധ്യായം 10-ാമത്തെ ആയത്തിലുണ്ട് ഈ വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ എന്നുള്ളത്. എന്താണ് വൈലു? നമ്മൾ മുമ്പ് പഠിച്ചതാണ് വൈല് എന്ന പദം. നമ്മൾ നാശം എന്ന് അതിൻ്റെ അർത്ഥം പറയുന്നു. പക്ഷെ വൈലു എന്ന് പറയുന്നത് സത്യത്തിൽ വാദിൻ ഫി ജഹന്നം എന്നാണ്. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, വൈലു എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഏതാണ് ആ സ്ഥലം? നരകത്തിലെ ഒരു താഴ്വരയാണ്. നരകത്തിലെ ഒരു താഴ്വര. അതിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ശക്തമായ ചൂടാണ് എന്നതാണ്. ശക്തമായ ചൂടാണ്. മാത്രമല്ല സ്വദീദ് ധാരാളമായി ഒഴുകുന്ന സ്ഥലമാണ്. സ്വദീദ് എന്താ? നരകത്തിലെ നല്ല ജ്യൂസാണ്, മിക്സ്ഡ് ജ്യൂസാണ് അല്ലേ? എന്തൊക്കെയാ മിക്സ്? നരകവാസിയുടെ വിയർപ്പ്, ചലം, രക്തം, ഇതെല്ലാം മിക്സ് ചെയ്ത ഒരു പാനീയം. അതെന്ത് ചെയ്യാൻ കഴിയില്ല, താഴോട്ടിറക്കാൻ കഴിയില്ല, തൊണ്ടയിൽ കുടുങ്ങുന്നതാണ്. മരണം അവന്റെ അരികിലേക്ക് നാനാഭാഗത്തുനിന്നും ഇങ്ങനെ വരുന്നത് അവന് ഫീൽ ചെയ്യും, പക്ഷെ മരിക്കൂല. മരണം സംഭവിക്കുന്ന ആ ഒരു സമയം, ആ മരണാസന്നനായി കിടക്കുന്ന ഒരു അവസ്ഥ, പക്ഷെ മരിക്കുന്നില്ല, അതേ അവസ്ഥയിലാണ്. ഈ സ്വദീദ് ധാരാളമായി ഒഴുകുന്ന ശക്തമായ ചൂടുള്ള നരകത്തിലെ ഒരു താഴ്വരയുടെ പേരും എന്താണ്? വൈലുൻ എന്നാണ്. പക്ഷെ ഇവിടെ അവര് പറയുന്നത് യാ വൈലനാ, ഞങ്ങളുടെ നാശമേനാണ്. ഞങ്ങൾ നശിച്ചു എന്നർത്ഥം. ഞങ്ങൾ നശിച്ചു. അത് അവർ സ്വയം സമ്മതിക്കുകയാണ്. സ്വയം സമ്മതിക്കുകയാണ്. ഇത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് ഹീന ലാ യൻഫഉഹും ദാലിക. അവർ അവരുടെ പാപങ്ങൾ മുഴുവനും സമ്മതിക്കുകയാണ്. പക്ഷേ എന്തില്ല? ലാ യൻഫഉഹും ദാലിക. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എല്ലാ തെറ്റുകളും അവര് സമ്മതിക്കാണ്. ഈ വിളിയിൽ അതെല്ലാം ഉണ്ട് എന്നാണ്. യാ വൈലനാ, ഇതിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങള് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോ സൂറത്തുൽ ഫുർഖാനിൽ പിന്നെ ഈ നരകത്തിലേക്ക് എത്തുന്ന ആളുകൾ പറയുന്ന വാക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ? എന്താണ്? വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. വിരല് കടിച്ച് അക്രമികൾ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു.
എന്നിട്ട് പറയാണ്, യാ വൈലതാ, എന്റെ നാശമേ, ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ കേണു പറയുന്ന ഒരു സമയമുണ്ട് എന്നതാണ്. അപ്പോ യാ വൈലതാ, വൈലത്തന എന്നൊക്കെ ഖുർആനിൽ കാണാൻ സാധിക്കും അല്ലേ? ഇപ്പോ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഇന്നത്തെ രാവ് മുതൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ 49-ാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു പറഞ്ഞില്ലേ, വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. അല്ലേ, കിതാബ് സമർപ്പിക്കപ്പെടും. ആ കിതാബിലുള്ളത് നോക്കി അക്രമികളായ ആളുകൾ പറയാണ്, യാ വൈലതനാ, ഞങ്ങളുടെ നാശമേ, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് അവർ വിളിച്ചു പറയും. അപ്പൊ ഈ അല്ലാഹുവിന്റെ അദാബ് ലഭിച്ച ആളുകൾ ആ അദാബ് അനുഭവിക്കുന്ന അവസരം തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമ്മൾ പറഞ്ഞു, അവര് വിരണ്ട് ഓടുകയാണ്, അവര് ഓടുകയാണ് അല്ലേ? ആ ഓടുന്ന ആളുകളോട് അല്ലാഹു പറയുന്നുണ്ട്, ലാ തർക്കുദൂ, നിങ്ങൾ വിളിക്കാം, നിങ്ങൾ ഓടരുത്, നിങ്ങൾ നിക്ക്, വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി, നിങ്ങൾക്ക് കിട്ടിയ സുഖം, അനുഗ്രഹങ്ങൾ അതൊക്കെ ആസ്വദിച്ച് ഇവിടെ നിങ്ങൾ എവിടേക്കാ പോണത്? നിങ്ങൾ ഓടാൻ പാടില്ല. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് അല്ലേ? ആ സമയത്ത് അവര് പറയുന്ന വാക്കാണിത്, യാ വൈലനാ, കഴിഞ്ഞു, നശിച്ചു, ഞങ്ങളുടെ നാശമേ. എന്നിട്ട് സ്വയം അവര് സമ്മതിക്കുന്ന വാക്കെന്താണ്? ഇന്നാ കുന്നാ ളാലിമീൻ, തീർച്ചയായും ഞങ്ങൾ, കുന്നാ ഞങ്ങളായിരുന്നു, ഞങ്ങളായി തീർന്നു, ളാലിമീൻ ആരായി? അക്രമികളായി ഞങ്ങൾ അക്രമികളായി എന്ന് അവർ സമ്മതിക്കുകയാണ്. ഈ ഉൽമ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ അദാബ് ഞങ്ങളിലേക്ക് ഇറങ്ങാനുള്ള കാരണം അള്ളാഹു കാണിച്ച ക്രൂരതയോ അനീതിയോ ഒന്നുമല്ല, മറിച്ച് ഞങ്ങൾ വരുത്തിവെച്ച ദുരന്തമാണ്. ഞങ്ങൾ ചോദിച്ച് ഇരന്നു വാങ്ങിയതാണ്. പ്രവാചകന്മാരിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു, ഈ വിശ്വാസം ശരിയല്ല, ഈ പ്രവർത്തനങ്ങൾ ശരിയല്ല, പക്ഷേ ഞങ്ങൾ പാരമ്പര്യമായി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെ ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. ആ പാരമ്പര്യവും പറഞ്ഞ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് പോയി. ഞങ്ങൾ ഈ പ്രവാചകന്മാരുടെ ഈ ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾക്ക് കാതുകൊടുത്തിരുന്നുവെങ്കിൽ, അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഞങ്ങളിലേക്ക് വരുമായിരുന്നില്ല എന്ന് അവർ ഇതിലൂടെ പറയുന്നുണ്ട്. ഇതിലൂടെ പറയാം. അപ്പോ അള്ളാഹുവിന്റെ അദാബ് ലഭിക്കുന്നത് ആർക്കാണ്? ളാലിമീങ്ങൾക്കാണ്. അത് തൊട്ടു മുമ്പ് ഈ സംഭവം പറഞ്ഞു തുടങ്ങിയത് തന്നെ അള്ളാഹ് അങ്ങനെയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ 11-ാമത്തെ ആയത്ത് മുതൽ ഈ വിഷയം പറയുമ്പോ അള്ളാഹു തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? വക്കം
ഖസംനാ മിൻ ഖറിയത്തിൻ കാനത് ളാലിമ. അല്ലേ, എത്രയോ നാട് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം കാനത് ളാലിമ, അവര് അക്രമികളായിരുന്നു എന്നതാണ്. ഇത് ഇവര് സമ്മതിക്കും. അതുവരെ ഇത് ഉൽമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷെ അല്ലാഹുവിന്റെ അദാബ് ഇറക്കപ്പെട്ടു കഴിഞ്ഞാൽ അവര് തന്നെ സമ്മതിക്കും, ഇത് ഉൽമാണ്, ഞങ്ങൾ ളാലിമീങ്ങളായത് കൊണ്ടാണ്. അപ്പൊ ഞാനും നിങ്ങളും ഇനി പഠിക്കേണ്ടത് അല്ലാഹുവിന്റെ അദാബ് അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലോ നമ്മുടെ നാട്ടിലോ ഇറങ്ങാതിരിക്കാൻ നമ്മൾ എന്താവാൻ പാടില്ല, ളാലിമാവാൻ പാടില്ല. ഉൽമ നമ്മളിലേക്ക് വരാൻ പാടില്ല. അതിന് ചില കാര്യങ്ങൾ നമ്മളൊന്ന് അടിവരയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതായത് ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല ളാലിമാണ് എന്ന് ചില ആളുകളെ പരിചയപ്പെടുത്തി സ്വഭാവങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ളാലിമെന്ന് പറയാനുള്ള ചില സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ നമ്മളിൽ ഇല്ല എന്ന് നമ്മളൊന്ന് ഉറപ്പുവരുത്തണം. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 145-ാമത്തെ ആയത്തില് അള്ളാഹു പഠിപ്പിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ സ്വന്തം ഇച്ഛകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ. അതായത് ഒരു വിഷയത്തിൽ അള്ളയോ റസൂലോ പറഞ്ഞ തീരുമാനങ്ങൾക്കല്ല, എനിക്കെന്താണോ തോന്നിയത് അത് ഞാൻ ചെയ്യാം, എൻ്റെ താല്പര്യങ്ങൾക്ക് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുക. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ളാലിമീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാം, ജൂതന്മാർ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീങ്ങരുത്. എന്നിട്ട് പറയാണ്, വലഇനിത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം. അല്ലാഹുവിൽ നിന്ന് ഒരു വിഷയത്തിൽ ഇതാണ് ദീന് എന്ന് പഠിപ്പിക്കപ്പെട്ടുകൊണ്ട് ഒരു നിയമം ഇറക്കപ്പെട്ടതിനു ശേഷം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആ നിയമത്തെ മറികടന്ന് നാം ജീവിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ ഇച്ഛകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യക്ക് അത് പറ്റൂല, അവൾക്ക് ഇഷ്ടമല്ല, എൻ്റെ കുടുംബക്കാർ, എൻ്റെ വീട്ടുകാർ അത് ശരിയാവില്ല. അങ്ങനെ അല്ലാഹു വ്യക്തമായ രൂപത്തിൽ നോക്കൂ, നിങ്ങൾ മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം, ഇൽമിൽ നിന്ന്, റബ്ബിൽ നിന്ന് ആ വിഷയത്തിൽ നിന്നിലേക്ക് കൃത്യമായ ഒരു വിവരം ഇറക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം മറ്റുള്ളവരുടെ ഇച്ഛകൾക്ക് നീ പ്രാധാന്യം കൊടുത്താൽ ഇന്നക ഇദല്ല മിനൽ ളാലിമീൻ, തീർച്ചയായും നീ അക്രമികളിൽപ്പെട്ടവൻ തന്നെയാണ്. ഇദൻ ലമിനൽ ളാലിമീൻ, നീ അക്രമികളിൽപ്പെട്ടവൻ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ഏത് വിഷയത്തിലും നമ്മൾ നോക്കേണ്ടത്. ഇനി ഖുർആൻ പറഞ്ഞു, സൂറത്ത് യൂനുസിന്റെ 106-ാമത്തെ ആയത്ത്, 10-ാം അധ്യായത്തിന്റെ 106-ാമത്തെ ആയത്തിൽ അള്ളാഹു അക്രമികളുടെ ഒരു സ്വഭാവം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? നോക്കൂ നിങ്ങൾ, വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്
മാ ലാ യൻഫഉക വലാ യദുറുക. അല്ലാഹുവിന് പുറമെ നിനക്ക് ഉപകാരം ചെയ്യാത്ത, നിനക്ക് ഉപദ്രവം ചെയ്യാത്ത യാതൊന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. എല്ലാം പെട്ടു അതില്. കാരണം അള്ളാഹുവിൽ നിന്ന് ഉപകാരം കിട്ടുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയിൽ നിന്നും നമുക്ക് ഉപകാരം കിട്ടാനില്ല, ഉപദ്രവം കിട്ടാനില്ല. എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളൊക്കെ റബ്ബിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അത് നീങ്ങാൻ അള്ളാഹുവിനോട് തന്നെ പറയണം. അള്ളാഹുവിനല്ലാതെ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറ്റാൻ സാധ്യമല്ല. അപ്പൊ നിനക്ക് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്. അള്ളാഹ്ക്ക് പുറമെ, അള്ളാന്റെ കൂടെ ഒരാളോടും നീ പ്രാർത്ഥിക്കരുത്. എന്നിട്ട് പറയാണ് ഫഇൻ ഫഅൽത, അപ്രകാരം നീ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഇന്നക ഇദം മിനൽ ളാലിമീൻ. കണ്ടോ, തീർച്ചയായും നീ ളാലിമീങ്ങളിൽപ്പെട്ടവനാണ്. അല്ലാഹുവല്ലാത്ത ഏതൊരു വസ്തുവിനോടും വ്യക്തിയോടും നമ്മൾ പ്രാർത്ഥിച്ചാൽ ളാലിമാണ്. ഇനി പ്രാർത്ഥന മാത്രമല്ല, റബ്ബിലേക്ക് അർപ്പിക്കേണ്ട ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്ന്, നേർച്ചകളാവട്ടെ, വഴിപാടുകളാവട്ടെ, തവക്കുലാവട്ടെ, സത്യം ചെയ്യലാവട്ടെ, അള്ളാഹ്ക്ക് പുറമെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് മുന്നിൽ ഇബാദത്തുകൾ അർപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമുക്കറിയാം അത് ശിർക്കാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ ളാലിമീങ്ങളാണ്. ഇന്ന ശിർക ലദുൽമുൻ അലീം. മാത്രമല്ല സൂറത്തു മാഇദ 72-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ഇന്നഹു മയ്യുശ്രിക ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവൻ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കി. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ഈ അക്രമികളെ സഹായിക്കാൻ ആരുമില്ല. അപ്പൊ അവിടെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അക്രമികളാണ് എന്നുള്ള പറയാം. ഇനി മറ്റൊരു വിഭാഗം ആരാന്നറിയോ? ഖുർആൻ അതിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാത്തവർ. നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ജീവിതത്തിലേക്ക് ഖുർആനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അക്രമികളാണ്. ഇത് ദുൽമാണ് എന്ന പക്ഷം പറയുന്നത്. സൂറത്തുൽ ജുമുഅ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, മസലുൽ ലദീന ഹുമ്മിലു തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا. തൗറാത്ത് അതിന്റെ ആളുകളെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. പക്ഷെ അവർ ജീവിതത്തിലേക്ക് തൗറാത്തിനെ സ്വീകരിച്ചില്ല. എന്നിട്ട് അവരുടെ ഉദാഹരണം നമുക്ക് പറഞ്ഞു തരികയാണ്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ. നമ്മളും കിതാബ് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നില്ലെങ്കിൽ, കിതാബിലുള്ളതുപോലെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശരിപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ ഉദാഹരണവും അതുതന്നെയാണ്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ ചുമന്ന് നടക്കുന്ന കഴുതകളെ പോലെ. എന്നിട്ട് അല്ലാഹു പറയാ, ബിഅസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതില്ലാഹ്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, കളവാക്കുന്ന ആളുകളുടെ ഈ ഉദാഹരണം എത്ര മോശമാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഈ
ളുൽമ് ചെയ്യുന്ന ആളുകൾ അവർ ഒരിക്കലും അല്ലാഹു ഹിദായത്ത് അവർക്ക് നൽകുകയില്ല. ഖുർആനിനെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാത്തവർ ഹിദായത്ത് ലഭിക്കാത്തവരാണ്. അവര് ളുൽമാണ് ആ ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അല്ലേ? അപ്പൊ ഇത് ളുൽമാണ്, ഇത് ളാലിമീങ്ങളാണ്. അതേപോലെ തന്നെ നമുക്ക് ലഭിച്ച സമ്പത്ത്, ആ സമ്പത്ത് അതിന്റെ ഉടമ റബ്ബാണ്. ആ സമ്പത്ത് റബ്ബിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് നമ്മൾ ചെലവഴിക്കണം. റബ്ബിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് ചെലവഴിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് സമ്പത്ത് ചെലവഴിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞ അവന്റെ വിധിയുണ്ട്. സമ്പത്ത്, ഈ ഉമ്മത്തിന്റെ പരീക്ഷണം സമ്പത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്താ? മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ. എവിടുന്നാണ് സമ്പാദിച്ചത്, എങ്ങോട്ടാണ് ചെലവഴിച്ചത്? ഈ 2 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ കാൽപാദം ചലിപ്പിക്കാൻ സാധിക്കൂല. ഈ എന്തിലേക്കാ ചെലവഴിച്ചത് എന്ന ചോദ്യത്തിന് അവനവന്റെ ഭൗതിക ജീവിതത്തിന്റെ സുഖ താല്പര്യങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു കളഞ്ഞു എന്ന മറുപടിയല്ല വേണ്ടത്. മറിച്ച് റബ്ബിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് ചെലവഴിച്ചു എന്ന മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അതാണ് വിജയം. അല്ലാഹ് പറയാ സൂറത്തുൽ ബഖറ 254 ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയുന്നത് എന്താണ്? ക്രയവിക്രയമോ സ്നേഹബന്ധമോ ശുപാർശയോ നടക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. ഒന്നും വില പോവാത്ത ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തോ? നിങ്ങൾക്ക് നൽകിയത് ചെലവഴിച്ചോ. എന്നിട്ട് പറയാ, വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. ഈ ചെലവഴിക്കാത്ത ആളുകളെ കുറിച്ച് അല്ലാഹ് പറയാ, കാഫിരീങ്ങളാണ്, ഹുമുൽ ളാലിമൂൻ. അവര് തന്നെയാണ് അക്രമികളും. അപ്പൊ അള്ളാന്റെ മാർഗത്തിലേക്ക് സമ്പത്ത് ചെലവഴിക്കാത്ത ആളുകള് അവര് അക്രമികളാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാ ചെയ്യേണ്ടവരാണ് നമ്മൾ. എല്ലാ മേഖലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാത്ത ഏതൊരാളും അക്രമികളാണ് എന്നത് ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ 27 ആയത്തിൽ അല്ലാഹ് പറയുകയാണ്. അപ്പൊ ഇത് ളാലിമീങ്ങൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ചില സ്വഭാവങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം ഈ ഉൽമാണ് അള്ളാഹുവിന്റെ അദാബ് ഈ ജനതയിൽ ഇറങ്ങാനുള്ള കാരണമായി പറഞ്ഞത് ദുൽമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ് ദുൽമ്. അവൻക്ക് അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഹദീസിൽ കാണാം, അള്ളാഹു ദുൽമ് ചെയ്യുന്നത് അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ദുൽമ് ചെയ്യരുത്. നിങ്ങൾക്കും അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ദുൽമ് ആളുകൾ വീണ്ടും ആവർത്തിച്ചതാണ് റബ്ബിന്റെ അദാബ് ഇറങ്ങാനുള്ള കാരണം. ആ വിലാപമാണ് നമ്മൾ കേൾക്കുന്നത്. യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. ഇനി ഖുർആൻ പറയുന്ന മറ്റു ഒരു ഭാഗമുണ്ട്. എന്തറിയോ? സൂറത്തു മുഅ്മിനൂനിന്റെ 107 ആയത്തിൽ ഈ വിലാപങ്ങള്
ഇവിടം കൊണ്ടൊന്നും തീരൂല. അതാണ് ഇവിടെ അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്നതോടുകൂടി ഈ വിലാപങ്ങൾ തീരൂല. അവരല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട് ആഖിറത്തിലെ. അവര് പറയാണ് സൂറത്തു അൽ മുഅ്മിനൂനിന്റെ 106, 107, 108 ആയത്തുകൾ വായിക്കുമ്പോൾ ഈ ളാലിമീങ്ങളും റബ്ബുമുള്ള ഒരു സംസാരം, ഒരു സംഭാഷണം എന്താണ്? അല്ലാഹ് പറയാണ് ഖാലു, അന്നേരം അവര് പറയുന്ന വാക്കുകളാണ് റബ്ബനാ ഗലബത് അലൈനാ ശഖവതുനാ വകുന്നാ ഖൗമൻ ളാലീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ നിർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചു. ഞങ്ങളുടെ ഭാഗ്യക്കേടാണ് പഠിച്ചത്. ഞങ്ങൾ വഴിപിഴച്ച ഒരു ജനവിഭാഗമായി പോയി. എന്നിട്ട് പറയാ റബ്ബനാ അഖ്രിജ്നാ മിൻഹാ. അതുകൊണ്ട് പഠിച്ചോനെ, ഒരു ചാൻസും കൂടി നീ ഞങ്ങൾക്ക് നൽകണം. ഒരു ചാൻസും കൂടി ഞങ്ങൾക്ക് നൽകണം. എന്നിട്ട് ഫൈൻ ഉദ്ന, എന്നിട്ട് വീണ്ടും ഞങ്ങൾ ഈ ദുർമാർഗത്തിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ ഫഇന്നാ ളാലിമൂൻ, അപ്പൊ ഞങ്ങൾ അക്രമികൾ തന്നെയാണ്. ഒരവസരം കൂടി ഞങ്ങൾക്ക് തന്നിട്ട് വീണ്ടും ഞങ്ങള് പിഴച്ച വിശ്വാസം വേറി പിഴച്ച മാർഗത്തിലൂടെ ജീവിക്കുന്നവരാണെങ്കിൽ അപ്പൊ ഞങ്ങൾ എന്തായാലും അക്രമികളാണ്. ഇപ്പൊ ഞങ്ങൾ വിട് റബ്ബേ, ഞങ്ങൾക്കൊരവസരം കൂടി താ എന്ന് പറഞ്ഞ് അവര് നിലവിളിക്കുകയാണ് ആഖിറത്തിൽ. അതിന് അല്ലാഹു കൊടുക്കുന്ന മറുപടിയാണ് ഖാലഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂനി. നിങ്ങൾ അവിടെ തന്നെ നിന്നരായി കഴിയുക, നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുത്. വലാ തുകല്ലിമൂൻ, നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുത്. കാരണം നിങ്ങൾ മാത്രമല്ല ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാഹു പറയാ ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, എന്റെ അടിമകളിൽ ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, യഖൂലൂന, അവര് പറയുന്നവരായിരുന്നു റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ. എന്റെ അടിമകളിൽ നിങ്ങളെപ്പോലെ ഒരു വിഭാഗം ആളുകൾ ഉണ്ടല്ലോ അപ്പുറത്ത്, എന്നിൽ അവർ വിശ്വസിച്ചു, ഞാൻ നിയോഗിച്ച പ്രവാചകന്മാരിൽ അവർ വിശ്വസിച്ചു, പ്രവാചകന്മാരിലൂടെ ഇറക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽ അവർ വിശ്വസിച്ചു. എന്നിട്ട് മുമ്പുണ്ടായിരുന്ന സർവ്വ തിന്മകൾക്കും അവരെന്നോട് മഗ്ഫിറത്ത് തേടി പ്രാർത്ഥിച്ചു, കാരുണ്യത്തിന് വേണ്ടി അവരെന്നോട് തേടി. അല്ലാഹു പറയാണ് ഫത്തഖതുമൂഹും സിഖ്രിയൻ, ഇങ്ങനെ കുറെ ആളുകള് പള്ളിയിലേക്കും ക്ലാസ്സിനും അതുപോലെ തന്നെ ദീനിയായ ചിട്ടയിൽ അങ്ങനെ ജീവിച്ച് നടന്നപ്പോ ഇവരെയൊക്കെ നിങ്ങൾ പരിഹസിക്കുകയാണ് ചെയ്തത്. ഈ ആളുകളെ കണ്ടപ്പോ നിങ്ങൾ പരിഹസിച്ചു. ഹത്താ അൻസൗകും, അങ്ങനെ നിങ്ങൾ എന്നെ മറന്നു. ഈ ആളുകളെ കളിയാക്കാനും അവരുടെ വേഷത്തെക്കുറിച്ചും അവരുടേതായ ഇസ്ലാമികമായ അവര് സ്വീകരിച്ച ശിആറുകളെയൊക്കെ പരിഹസിച്ച് നിങ്ങൾ ജീവിച്ചു. അങ്ങനെ നിങ്ങള് പിന്നെ എന്നെ മറന്നു. വകുന്തും മിൻഹും തദ്ഹകൂൻ, നിങ്ങൾക്ക് ചിരിക്കാനുള്ള ഒരു കഥാപാത്രമായിരുന്നു എന്റെ അടിമകൾ, അല്ലേ? നിങ്ങൾ അവരെ നോക്കി ചിരിച്ചു നടക്കിയിരുന്നു. ഇവരെ പോലെ നിങ്ങൾക്കും ഞാൻ അവസരങ്ങൾ തന്നു, അനുഗ്രഹങ്ങൾ തന്നു. പക്ഷേ എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായ ആളുകളെ നിങ്ങൾ പരിഹസിക്കുകയായിരുന്നു. നിങ്ങൾ ആയത്തുകൾക്ക് നേരെ നോക്കി, ഹദീത്തുകൾക്ക് നേരെ നോക്കി കൊഞ്ഞനം കുത്തുകയായിരുന്നു നിങ്ങൾ ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്ന വാക്കുകളാണ്, അല്ലേ? അപ്പോ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും ഈ വിലാപങ്ങൾ, അത് അവസാനിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് ശേഷം അല്ലാഹു പറയുന്ന ഭാഗം എന്താ അറിയോ? ഇവര് ആ ശിക്ഷ വരുന്ന സമയത്ത്
ഞങ്ങൾ അക്രമികളായി പോയല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. എന്നിട്ട് അല്ലാഹ് പറയാണ് ഫമാ സാലത്തിൽക ദഅവാഹും. ഫമാ സാലത്തിൽക, അവിടെ രണ്ട് താവും ചേർത്തി വായിക്കണം. ഇദ്ഗാമിന്റെ രണ്ട് ഒരുപോലെയുള്ള രണ്ട് അക്ഷരങ്ങൾ വരുന്ന സമയത്തുള്ള ഇദ്ഗാമാണ് അവിടെയുള്ളത്. സാലത്തിൽക, സാലത്ത് തിൽക എന്നല്ല, സാലത്തിൽക. ഫമാ സാലത്തിൽക, ഒരു താ ആണ് നമ്മൾ ഉച്ചരിക്കുന്നത്. എന്നാൽ അല്ലാഹ് പറയാ മാ സാല, ആയിക്കൊണ്ടിരുന്നു. തിൽക ദഅവാഹും, അവരുടെ ആ വിളി, അവരുടെ ആ വിളി അതായിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ, അവര് അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് പറഞ്ഞുകൊണ്ടൊന്നും ഇനി മാറാൻ പോണില്ല. ശിക്ഷ അത് ക്യാൻസൽ ആവുന്നില്ല. അല്ലാഹ് പറയാ ഏത് വരെ എന്നറിയോ? തിൽക ദഅവാഹും, അവരുടെ ആ വിളി അത് തുടർന്നുകൊണ്ടേയിരിക്കും. ദഅവ അല്ലെ, ദഅ എന്ന് പറഞ്ഞാൽ വിളിച്ചു, അവരുടെ ആ വിളി. ഹത്താ ജഅൽനാഹും, അവരെ നാം ആക്കുന്നതുവരെ. ജഅല ആക്കി, ഏർപ്പെടുത്തി, സൃഷ്ടിച്ചു എന്നൊക്കെ അർത്ഥമുള്ള പദമാണ്. അവരെ നാം ആക്കുന്നതുവരെ. എന്താക്കും? ഹസ്വീദൻ ഖാമിദീൻ. ഹസ്വീദ് അതിന്റെ ബഹുവചനമാണ് ഹസ്വായിദ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളിൽ ആ പദം വന്നിട്ടുണ്ട്. ഒന്ന് കൊയ്തെടുത്തു, അതുപോലെ തന്നെ ഉന്മൂലനം ചെയ്തു. കൊയ്തെടുത്തു, ഉന്മൂലനം ചെയ്തു. ഖാമിദീൻ, ഖാമിദ് എന്ന് പറഞ്ഞാൽ ചത്താറിയവൻ, കെട്ടാറിയവൻ. അത് ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീനിന്റെ 29-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കുമ്പോൾ ഈ പദം അവിടെ കാണാൻ സാധിക്കും. അവിടെ അള്ളാഹു ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? ഇൻകാനത് ഇല്ലാ സൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ഒരൊറ്റ ഘോരശബ്ദം. അള്ളാഹ്ക്ക് ആളുകളെ നശിപ്പിക്കാൻ എന്ത് വേണ്ട? കുറേ സമയങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ അറിയാലോ. ഇപ്പൊ നമ്മൾ കെട്ടി ഉയർത്തി ഉണ്ടാക്കിയ ഒരു ബിൽഡിങ് അല്ലെ, ആ ബിൽഡിങ് കെട്ടിപ്പൊക്കാൻ എത്ര മാസങ്ങളുടെ അധ്വാനം വന്നിട്ടുണ്ട്. പക്ഷെ അത് പൊളിക്കാനോ അല്ലേ? അത് പൊളിക്കാൻ പെട്ടെന്നുണ്ട്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട് നശിപ്പിക്കാൻ അവൻ ഉദ്ദേശിച്ചാൽ കും ഫയകൂൻ, അത് അത്രേ ഉള്ളൂ ആവശ്യം. അപ്പൊ ഘോര ശബ്ദം കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴോ ഇദാഹും ഖാമിദൂൻ, അവരതാ കെട്ടടങ്ങിക്കഴിഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ജനത അവരെ ഞാൻ എന്ത് ചെയ്യും? കൊയ്ത് വിട്ട വിള പോലെ ചത്താറിയ നിലയിൽ ആക്കുന്നത് വരെ ഈ വിളി അവരങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ അവരെ സർവ്വതിനെയും സർവനാശം വരുത്തുന്നത് വരെ അവരിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നർത്ഥം. ഇവരുടെ ഈ സമയത്തുള്ള വിലാപങ്ങൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യൂല? വെറുതെ വിടൂല, വെറുതെ വിടൂല. ശിക്ഷ എരന്ന് വാങ്ങിയതാ. ചെയ്യുന്ന പ്രവർത്തനങ്ങള് അത് ദുൽമാണ് എന്ന പ്രവാചകന്മാരിലൂടെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു. കിതാബിലൂടെ കൃത്യമായി പഠിപ്പിച്ചു അല്ലാഹ് എന്തൊക്കെയാണ് ഉൽമ്, എന്താണ് പാടില്ലാത്തത്. പക്ഷെ ആ പാടില്ലാത്ത പ്രവർത്തനങ്ങള് റബ്ബിനെ നേരെ പരിഹാസത്തോടുകൂടി അതിങ്ങനെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു മടങ്ങാൻ ചെറിയ ചെറിയ ശിക്ഷകൾ പലതും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മടങ്ങിയില്ല, പഠിച്ചില്ല. അവസാനം അല്ലാഹു ഒരു പിടുത്തമങ്ങ് പിടിച്ചു.
ആ സമയത്ത് അവർക്ക് ബോധ്യമായി. അപ്പോൾ അവര് നിലവിളിക്കുക, യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. പക്ഷെ അല്ലാഹ് പറയാ, ഒരു രക്ഷയില്ല, സമയം കഴിഞ്ഞു. ഇനി റബ്ബ് ഇറക്കിയ ശിക്ഷ സർവ്വതിനെയും നശിപ്പിക്കുന്നത് വരെ അവരതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവരതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് സർവനാശം വരുത്തുന്നത് വരെ. അള്ളാഹു ചോദിക്കുന്നില്ലേ, ഫഹൽ തറാ ലഹും മിൻ ബാഖിയ? അല്ലേ, ആദ് സമൂദ് സമുദായത്തിന്റെ ചരിത്രം, അവർക്ക് ഇറക്കപ്പെട്ട ശിക്ഷ പറയുന്നിടത്ത് അള്ളാഹ് ചോദിക്കുക, അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ? എല്ലാം നശിപ്പിക്കപ്പെട്ടില്ലേ? അതേ അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നത് വരെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. യവൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. പക്ഷെ എന്തില്ല, ഒരു നീട്ടിക്കൊടുക്കലില്ല. അങ്ങനെ അവരുടെ സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിച്ചോ, റബ്ബിന്റെ അദാബ് ഇറങ്ങിയിട്ട് അത് മാരകമായ രോഗങ്ങളായി വരാതിരിക്കട്ടെ. നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. പക്ഷേ വരും. ളുൽമ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇറങ്ങുക തന്നെ ചെയ്യുമെന്നതാണ് ഈ ചരിത്രങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ശിക്ഷ ഇറങ്ങിയതിന് ശേഷം പിന്നെ നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അള്ളാഹു വളരെ കൃത്യമായി ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ളുൽമാണോ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഏത് വിഷയത്തിലും നമ്മുടെ ഇച്ഛകൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അതല്ല റബ്ബിൻ്റെ തീരുമാനങ്ങൾക്കാണോ? അതാണ് ഏറ്റവും നന്നായി പരിശോധിച്ച് റബ്ബ് പറഞ്ഞ മാർഗത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ റബ്ബിൻ്റെ പിടുത്തം നമ്മിലുണ്ടാകും. ഇതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട, അതന്നെ ഏറ്റവും വലിയ കുഴപ്പമാണ്. ആ ചിന്ത തന്നെ ഏറ്റവും വലിയ കുഴപ്പമാണ്. കാരണം നന്മകൾ ചെയ്യാൻ കഴിയാതിരിക്കുക എന്നുള്ളതും ശിക്ഷയാണ്. ഈ പിന്നെ കൊടുങ്കാറ്റും അതുപോലെ തന്നെ പേമാരിയും മാത്രമല്ല ശിക്ഷ, നന്മകൾക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടും ആ നന്മകൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ശിക്ഷയാണ്. അത് വലിയ ഒരു ശിക്ഷയിലേക്കുള്ള തുടക്കമാണ്. വലിയ ഒരു ശിക്ഷ നമ്മിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു തുടക്കമാണ് അത്. അതുകൊണ്ട് ഇതൊക്കെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. ഒന്നുകൂടി ആ 2 ആയത്തുകൾ ഒന്ന് ഓതി അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا ويلنا إنا كنا ظالمين. 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 فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. قالوا അവർ പറഞ്ഞു, യാ വൈലന,
നിങ്ങളുടെ നാശമേ. ഇന്നാ കുന്ന, തീർച്ചയായും ഞങ്ങളായിട്ടുണ്ട്, വാലിമീൻ, അക്രമികളായിട്ടുണ്ട്. ഫമാ സാലത്തിൽ കദഅവാഹു, അവരുടെ ആ വിളി അത് അവർ ആയിക്കൊണ്ടേയിരിക്കും. ഹത്താ ജഅൽനാഹും ഹസ്വീദൻ ഖാമിദീൻ, അവരെ നാം കൊയ്തിട്ട വിള പോലെ ചത്താറിയ നിലയിൽ ആക്കുന്നതുവരെ ഈ വിളി തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അദാബ് നമ്മിൽ ഇറങ്ങാവുന്ന വിധത്തിലുള്ള ഒരു തിന്മയും ജീവിതത്തിലില്ല എന്നുറപ്പുവരുത്തി ജീവിക്കാൻ നാം ശ്രദ്ധിക്കുക. ഉള്ള തിന്മകളെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ തുറന്ന് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിയവരാണ് നമ്മൾ എന്ന ഉറപ്പും നമുക്കുണ്ടാവണം. തൗബ ചെയ്യാത്ത ഒരു തിന്മയും നമ്മിലില്ല, തുടരുന്നില്ല എന്ന ഉറപ്പോടുകൂടി ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, മരണത്തിൻ്റെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. രോഗങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് പരിപൂർണ ശിഫ നൽകണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.